രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് മുൻ DGP ജേക്കബ് തോമസ്. ഒക്ടോബർ 1 കൊച്ചി പള്ളിക്കരയിൽ നടക്കുന്ന പദസഞ്ചലനത്തിൽ ഗണവേഷം ധരിച്ച് പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് മുൻ DGP ജേക്കബ് തോമസ് വ്യക്തമാക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാന മുൻ DGP ജേക്കബ് തോമസ് ആണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ സജീവ പ്രവർത്തകരായി താൻ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തകനാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വിവരം പ്രധാനമായും പങ്കുവച്ചിട്ടുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടത് കൊച്ചിയിൽ നടക്കുന്ന ഒക്ടോബർ 1 കൊച്ചിയിൽ നടക്കുന്ന RSS പദസഞ്ചലനത്തിൽ ഗണവേഷം ധരിച്ച് പങ്കെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ളൊരു പോരാട്ടമാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുവാൻ കാരണം എന്നത് തന്നെയാണ് ഈ DGP ജേക്കബ് തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് 2021 ഇദ്ദേഹം BJPയിൽ ചേർന്നിരുന്നു. അതൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. സംഘം അതിൻ്റെ ശതാബ്ദി വർഷം ആഘോഷിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ DGP ജേക്കബ് തോമസിനെ പോലുള്ള പ്രമുഖർ കൂടുതലായും സംഘത്തിലേക്ക് അണിനിരക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കൊച്ചിയിൽ നടക്കുന്ന പദസഞ്ചലനത്തിൽ ഗണവേഷം ധരിച്ച് അദ്ദേഹം പങ്കെടുക്കും എന്നത് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, എന്തായാലും അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ എങ്ങനെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നോക്കിക്കാണുന്നത്? കാരണം വളരെ കർമ്മനിരതനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. 2021 അദ്ദേഹം BJPയിൽ ചേർന്നിരുന്നു. ഇനി തുടർന്ന് സജീവമായി RSSന്റെ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ, RSSൽ സജീവമാകുമെന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ എടുത്തു പറയാൻ സാധിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിലനിൽക്കുന്ന വർഗീയ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള ഒരു പോരാട്ടമായാണ് താൻ ഇത്തരത്തിൽ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നൊരു കാര്യം തന്നെയാണ് DGP ജേക്കബ് തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, 2021 BJPയിൽ അംഗത്വം എടുക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുവാൻ തനിക്ക് കഴിയുമെന്നത് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ താൻ പങ്കെടുക്കുക, അതും ഗണവേഷം അണിഞ്ഞുകൊണ്ട് പങ്കെടുക്കുക എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രോഹിണി.